അപ്പോൾ നമ്മൾ പാർട്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് വേണം. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രൊഡക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഈ താഴെ നമുക്കൊരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് കാറ്റഗറീസ് യൂണിറ്റ് ടൈപ്പ് ഇതെല്ലാം ഉണ്ട്. നമുക്കിപ്പം യൂണിറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂണിറ്റിലാണ് നമുക്ക് വേണ്ടത്, ബോക്സ് ആണോ, പീസാണോ, ലിറ്റർ ആണോ, അപ്പോൾ ഏത് ഇതിലും നമുക്ക് ഇവിടെ യൂണിറ്റ് ആഡ് ചെയ്യാം. ഇനി പുതിയ യൂണിറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് യൂണിറ്റ് ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് വേറെ ഉള്ളതാണ് ബ്രാൻഡ്സ്. നമുക്കിനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കാഡ്ബറി, കിറ്റ്കാറ്റ് ഇതിലേപോലത്തെ ഇതിന് ഓരോന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് അടുത്തത് കാറ്റഗറീസ് നമുക്കുണ്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ജനറൽ കാറ്റഗറി ഉണ്ടോ, ചോക്ലേറ്റ്, നമുക്ക് അങ്ങനെ ഓരോ കാറ്റഗറീസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള അടിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ നെയിം ചോദിക്കും. ഇപ്പം മെൻഡോസ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാർകോഡ് ഓട്ടോമാറ്റിക് വരും. അതല്ല അതിന് സെപ്പറേറ്റ് ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബാർകോഡ് നമ്പർ അടിക്കാൻ പറ്റും. പിന്നെ ടാക്സ് നമുക്കിവിടെ ടാക്സ് ഉണ്ടോ എന്നുള്ളത്, ഇതിപ്പം സൗദി ബേസ്ഡ് ആയതുകൊണ്ട് വാറ്റ് 15% അത് ആഡ് ചെയ്യുക. അല്ല ഇന്ത്യൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST ഓരോന്നിനുള്ള GST ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എത്ര രൂപക്കാണ് വാങ്ങിയതെന്നുള്ളത്, നമുക്കിപ്പം മെൻഡോസ് നമ്മൾ വാങ്ങിയത് 10 രൂപക്കാണ്. അപ്പോൾ നമുക്ക് എത്രക്ക് വിൽക്കാം, ഒരു 15 രൂപക്ക് നമ്മൾ വിൽക്കുന്നുണ്ട്. അത് നമുക്ക് പ്രൈസ് 2 എന്നുള്ളത് നമുക്ക് വേറെ ഓരോ കസ്റ്റമർക്ക് അനുസരിച്ച് നമുക്ക് പ്രൈസ് മാറ്റുന്നുണ്ടെങ്കിൽ 14 കൊടുക്കാം നമുക്ക്. പിന്നെ ബേസ് പ്രൈസ് നമുക്ക് എത്ര വരെ പോകാൻ വിൽക്കാമെന്നുള്ള, നമുക്ക് നഷ്ടം വരാത്ത ഇതിൽ ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വിൽക്കാൻ പറ്റുന്നുള്ള നമുക്കൊരു 12 കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ളത്, നമ്മളിപ്പോൾ മെൻഡോസ് ഇവിടെ ആദ്യമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് ഒരു 100 പീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കാറ്റഗറി ഏതാണെന്നുള്ളത് ജനറൽ കാറ്റഗറി കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൽ കൊടുക്കാം. ബ്രാൻഡ് ഏതാണെന്നുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഓരോ ബ്രാൻഡ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഏത് യൂണിറ്റിലാണ് നമ്മൾ കൊടുക്കണമെന്നുള്ളത്, നമുക്കിപ്പോൾ മെൻഡോസ് നമ്മൾ ബോക്സ് ആയിട്ടും പീസായിട്ടും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ മൾട്ടി യൂണിറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബോക്സ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾക്കിത് പീസായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആഡ് മോർ യൂണിറ്റ് എന്ന് കണ്ടല്ലോ, അവിടെ നമുക്ക് യൂണിറ്റ് ടൈപ്പ് നമ്മൾ പീസായിട്ടും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാർകോഡ് അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 100 ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പീസായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 500 ഉണ്ടാവും. അത് എത്രയാണ് പീസായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരു 2 രൂപക്കൊക്കെ ഒരു പീസ് കൊടുക്കുക കോസ്റ്റ് വരുന്നത്. അത് നമ്മളൊരു 3 രൂപക്ക് കൊടുക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പീസായിട്ടും ബോക്സായിട്ടും നമുക്ക് മൾട്ടി യൂണിറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സേവ് എടുത്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ നമുക്ക് സെർച്ച് ചെയ്താൽ മെൻഡോസ് ഇവിടെ കാണാൻ പറ്റും. മെൻഡോസ്